സീരീസ് ആർ എൽ സി സർക്യൂട്ടിൻ്റെ ഡെറിവേഷൻ പറയുന്ന നേരെ പ്രോബ്ലം പറയുകയാണ്. ഡെറിവേഷൻ കുറച്ച് ലെങ്തീവ് ആണ്, പിന്നെ അത് ബൈ ഹാർട്ട് പഠിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി പ്രോബ്ലം പറയണം. അപ്പോൾ പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. In a series RLC circuit, if the initial voltage on the capacitor is 4 volt, find I of t following switching of a voltage 10 u of t into the circuit. Assume zero initial condition for the inductor. ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഇനീഷ്യലി കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ആണ് 4 വോൾട്ട്. പക്ഷേ ഇൻഡക്ടറിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആയിട്ട് അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മുടെ സീരീസ് ആർ എൽ സി സർക്യൂട്ട്. 10 u of t എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് ആണ്, ഡി സി വോൾട്ടേജ് ആണ് ഇവിടെ പ്ലസ് മൈനസ് കാണിച്ചിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു സർക്യൂട്ട് ആയാലും നമ്മൾ ആദ്യം തന്നെ ഡയറക്റ്റ്ലി KVL അപ്ലൈ ചെയ്യാം അല്ലേ. സോ 10 u of t equal to 0.5 I of t പ്ലസ് ഇൻഡക്ടറിൻ്റെ വാല്യൂ 1 ആണ് ഇൻറ്റു di of t by dt പ്ലസ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1 ആണ്. സോ 1 ഇൻറ്റു integral I of t dt. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ 10 u of t യുടെ 10/s എന്നാവും ഈക്വൽ ടു 0.5 I of s പ്ലസ് L ഇൻറ്റു ഡി ഐ ബൈ ഡി ടിയുടെ എന്തായിരുന്നു എസ് ഇൻറ്റു I of s മൈനസ് I of 0 ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ 0 ആയതുകൊണ്ട് തന്നെ I of 0 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് ഇൻ്റഗ്രലിൻ്റെ I of s ബൈ എസ് എന്ന് വരും. ഇനി ഇനീഷ്യലി വോൾട്ടേജ് ചാർജ്ഡ് വോൾട്ടേജ് എത്ര വന്നിട്ടുണ്ട്, 4 വോൾട്ട് എന്ന് വന്നിട്ടുണ്ട്. സോ ആ 4 വോൾട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. ഇത്രയാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എത്ര കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, I of എസിൻ്റെ ടേംസിനെ മാത്രം ഒരുമിച്ചെടുക്കുക, ബാക്കിയുള്ള ടേംസിനൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സോ 10/s മൈനസ് 4/s എന്നാണ് അല്ലേ. 4/s ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 4/s ആവും. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ കോമൺ ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ 10 മൈനസ് 4/s ഇൻറ്റു ഈക്വൽ ടു I of s ഇൻറ്റു 0.5 പ്ലസ് എസ് പ്ലസ് 1/s കിട്ടും. അതായത് 6/s ഈക്വൽ ടു U of s ഇൻറ്റു നമുക്ക് LCM എടുത്ത് നോക്കാം, 0.5s പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ ബൈ എസ് എന്ന് കിട്ടും അല്ലേ. 0.5s പ്ലസ് എസ് സ്ക്വയർ പ്ലസ് 1 ഓൾ ബൈ എസ്. എസ് എസ് ഇവിടെ ക്യാൻസലായി. സോ I of s ഇസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 1. നമുക്ക് എസ് സ്ക്വയർ ഡിഗ്രി ഹയസ്റ്റ് ടു ലോവസ്റ്റ് പോകുന്ന ഓർഡറിൽ എഴുതാം. എസ് സ്ക്വയർ പ്ലസ് 0.5s പ്ലസ് 1. ഇതാണ് നമ്മുടെ I of s. ഇനി നമുക്ക് കിട്ടേണ്ടത് I of t ആണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഫൈൻഡ് I of t എന്നാണ്. സോ നമുക്കിതിൻ്റെ എന്തെടുക്കണം, ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ഡിനോമിനേറ്ററിൽ ആ ഒരൊറ്റ സിംഗിൾ ടേം ആയിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിടക്കുന്നത്, എസ് സ്ക്വയർ പ്ലസ് 0.5s പ്ലസ് 1 എന്നുള്ളത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചത് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ഉം ആഡ് ചെയ്യുമ്പോൾ 0.5ഉം കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടണം, അത് 1 ഇൻറ്റു 1 മാത്രമേ ഉള്ളൂ. സോ 1 ഇൻറ്റു 1 എന്നുള്ളതിൽ 1 പ്ലസ് 1 ആഡ് ചെയ്താൽ 2ഉം അല്ലെങ്കിൽ 1 മൈനസ് 1 0 വരുള്ളൂ. സോ ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നത്തെ ഓപ്ഷൻ എന്തായിരുന്നു, നമ്മൾ ഇനി ഇപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഡിനോമിനേറ്ററിൽ പ്രോഡക്റ്റ് ഫോംസുകളൊന്നുമില്ല, അതായത് ഇപ്പോൾ ഈ ഒറ്റ സിംഗിൾ ടൈമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. പകരം ഇതിനെ ഈ ഒരു ഫോമിൽ കിടന്നാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇൻവേഴ്സ് എടുക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം, ഈ ഡിനോമിനേറ്റർ ടേമിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ നോക്കാം. നമ്മൾ മാത്സിലൊക്കെ പറയും പെർഫെക്റ്റ് സ്ക്വയർ ആക്കാമെന്ന് പറയും. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനുള്ള റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കാം. എസിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ എത്രയാണ്, 0.5. ആ 0.5ൻ്റെ ഹാഫ് എടുക്കാം. അപ്പോൾ എസിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് 0.5ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 0.25 ആണ് അല്ലേ. 0.5 എന്ന് വെച്ചാൽ ഹാഫ്, അര. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 4, അതായത് 1/4, അതായത് 0.25. ആ 0.25ൻ്റെ സ്ക്വയർ എടുക്കാം. അപ്പോൾ അതെത്ര വരും, 0.0625 വരും. അതായത് എസിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ്, അത് ഹാഫിൻ്റെ സ്ക്വയർ, അതായത് 0.0625. ആ വാല്യൂ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ വാല്യൂ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആഡ് ചെയ്യുകയും ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണം. നമ്മളൊരു വാല്യൂ ഒരു ഇക്വേഷനിൽ ആഡ് ചെയ്യും ഒരുപോലെ തന്നെ ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യും ചെയ്താൽ അതിൻ്റെ ഇൻ എഫക്റ്റ് എന്തായിപ്പോവും, ക്യാൻസൽ ആയിപ്പോവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അഡീഷനും ചെയ്യുക
സബ്സ്ട്രാക്ഷനും ചെയ്യുക. അപ്പോൾ നമ്മൾ വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്തു, എന്നാൽ അതിൻ്റെ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. സോ ആഡ് ചെയ്തിട്ടുള്ള ടേം എപ്പോഴും ഒരുമിച്ച് എഴുതുക, അതായത് എസിൻ്റെ കൂടെ എഴുതുക, S² + 0.5 S + 0.0625. ബാക്കി ഇവിടെ ഒരു +1 ഉണ്ട്, ആ 1ൽ നിന്ന് ആ വാല്യൂ സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 6 / S² + 0.5 S + 0.0625 മൈനസ് പ്ലസ് 1 മൈനസ് ആ വാല്യൂ എത്രയും നോക്കാം. പോയിന്റ് 969375 അല്ലേ? .9375 എന്ന് കിട്ടും. സോ നമുക്കിതിനെ എങ്ങനെ ഇനി റീഅറേഞ്ച് ചെയ്യാം നോക്കാം. y of is equal to 6 divided by, ഇപ്പോൾ നമുക്ക് ഇതിനൊരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ? ഇപ്പോൾ ഈ ടേം നോക്കിയേ, S² + 0.5 S + 0.0625 വരെയുള്ള ടേം നോക്കാം. ഇതിന് നമുക്ക് A² + 2AB + B² എന്നുള്ള ഫോം ആക്കാൻ പറ്റുമോ നോക്കണം, അതായത് A + B (² ) ആക്കാൻ പറ്റുമോ നോക്കണം. അങ്ങനെയാണെങ്കിൽ എയുടെ സ്ഥാനത്ത് ഇവിടെ എത്ര കിടക്കുന്നത്? 1 ആണ്. അപ്പോൾ S + ബിയുടെ സ്ഥാനത്ത് A + B (² ) ബിയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് B² ആണ്. ഇത് 0.0625 അല്ലേ? A² + 2AB + B² ആണ് 0.0625. അപ്പോൾ 0.0625ൻ്റെ റൂട്ട് കണ്ടുപിടിക്കും. √0.0625 അത് എത്ര വരും നമുക്ക്? 0.25. അപ്പോൾ S + 0.25 (² ) ആണ് ഈ ടേം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. A² S² + B² എന്ന് പറയുന്നതാണ് 0.0625 + 2 × S × 0.25. അപ്പോൾ 2 × 0.25 ആണ് എത്ര? 0.5. അപ്പോൾ 2 × 0.5 S എന്ന് വരും. സോ A + B (² ) ആണ് ഇത്രയും ടേം. റിമൈനിങ് ടേം ഉണ്ട് 0.9375. അതിൻ്റെയും റൂട്ട് കണ്ടുപിടിക്കുക. √0.9375 √0.9375 എന്ന് പറയുന്നത് 0.968 എന്നാണ് കിട്ടുക. അപ്പോൾ 0.968ൻ്റെ സ്ക്വയർ ആണ് ഈ വാല്യൂ. സോ ഇതിനിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോമിലേക്ക് എത്തിച്ചു. അങ്ങനെ എത്തിക്കാൻ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിക്കാൻ പറഞ്ഞപ്പോൾ sin ωt cos ωt പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് sin ωt എന്തായിരുന്നു? ω/S² + ω² എന്നും cos ωtക്ക് S/S² + ω² എന്നുമായിരുന്നു. സോ ആ S² + ω² എന്നുള്ളൊരു ഫോമിലേക്ക് എത്തിക്കാനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത്. സോ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ, അതായത് ഇങ്ങനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കറക്റ്റ് റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇക്വേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഫോമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എപ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫൈനൽ ആൻസർ സൈനോ കോസോ ആയിട്ടുള്ള ടേംസ് ആയിരിക്കും. ഒന്നുകിൽ sin ω എന്നുള്ള ഫോമിലായിരിക്കും, അല്ലെങ്കിൽ cos ωt എന്നുള്ള ഫോമിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ സീരീസ് RLC സർക്യൂട്ട് വരുമ്പോൾ എപ്പോഴും ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻസ് ആണ് വരിക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോമിൽ, അതായത് സൈൻ ഓർ കോസ് എന്നുള്ള ഫോമിലാണ് ആൻസേഴ്സ് വരുള്ളൂ. സോ സീരീസ് RLC സർക്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മൾ ആ ഒരു ഫോമിലേക്ക് എത്തിച്ചു. ഇനി ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, sin ωtക്ക് ആണെങ്കിൽ ന്യൂമറേറ്റർ ആര് വേണം? ω/S² + ω² വേണം. cos ωtക്ക് ആണെങ്കിൽ S/S² + ω² വേണം. സോ ഇവിടെ S ഇല്ല, പക്ഷെ ω വേണമെങ്കിൽ നമുക്ക് വരുത്തിക്കാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് കിടക്കുന്ന വാല്യൂ S² + ω² ഒമേഗയുടെ സ്ഥാനത്ത് കിടക്കുന്ന വാല്യൂ 0.968 ആണ്. സോ ആ 0.968 നമുക്ക് ന്യൂമറേറ്ററിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ എഫക്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ ആ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി 0.968 നമുക്കവിടെ ആവശ്യമുള്ളൂ. സോ 6/0.968 എത്ര വരുന്നത് നോക്കുക. 6 / 0.968 ആ വാല്യൂ എന്ന് പറയുന്നത് 6.2 ആണ്. അപ്പോൾ 6.2 × 0.968
divided by s plus 0.25 square plus 0.968 square. So, ഇനി നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കാം. Therefore, I of t equal to L inverse of I of s. Substitute I of s സ്ഥാനത്ത്. So, 6.2 കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെടുത്തു. ഇനി ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്നുള്ള ഫോമാണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരുന്നു? സൈൻ ഒമേഗ ടി. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് 0.25 എന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എസ് പ്ലസ് 0.25 ആയിട്ട് ഷിഫ്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് എസ് എപ്പോഴും എസ് പ്ലസ് എ എന്നുള്ള ഫോം ആവുക ഇ റേസ് ടു മൈനസ് എ ടി എന്നുള്ള ടേം വരുമ്പോൾ. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ ടി വരുമ്പോഴാണ് എസ് എസ് പ്ലസ് എ ആവുക. സോ അവിടെ ഇ റേസ് ടു മൈനസ് എ ടി എന്നുള്ളൊരു ടേം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. എന്നാൽ മാത്രമാണ് ഇത് എസ് പ്ലസ് എസ് 0.25 എന്നുള്ള ഫോമിലേക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ സിംപ്ലി എസ് സ്ക്വയർ എന്നാണ് വരിക. അപ്പോൾ എസ് പ്ലസ് 0.25 വന്നതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എ ടി എന്നുള്ള ടേം കൺസിഡർ ചെയ്യണം. ഇനി ഇവിടെ എയുടെ സ്ഥാനത്ത് 0.25 ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് 0.25 ടി സൈൻ ഒമേഗയുടെ സ്ഥാനത്ത് 0.968 ടി. ഇതാണ് നമ്മുടെ ഐ ഓഫ് ടി. ഐ ഓഫ് ടി ഈക്വൽ ടു I of t equal to 6.2 e raised to minus 0.25 t sin 0.968 t ampere. യൂണിറ്റ്സ് എപ്പോഴും എഴുതണം. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അതായത് ഈ സർക്യൂട്ടിലെ കംപ്ലീറ്റ് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 6.2 e raised to minus 0.25 t sin 0.968 t ആംപിയർ. അപ്പോൾ സീരീസ് ആർ എൽ സി സർക്യൂട്ട്സിൽ എപ്പോഴും സൈനോ കോസോ ഉള്ള ടേംസ് ആയിരിക്കും ഫൈനൽ ആൻസറിൽ വരിക. പിന്നെ ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇ റേസ് ടു എന്നുള്ള ടേംസും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഏതൊരു സർക്യൂട്ട് കിട്ടിയാലും നിങ്ങൾ ഇനീഷ്യലി ആദ്യം തന്നെ KVL എടുക്കുക, പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യും. ഇതാണ് ചെയ്യേണ്ടത്. സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കും.